ഫിലിപ്പിനേക്കാൾ ബഹുമാനപ്പെട്ട് വിചാരിച്ച വചന പ്രഘോഷണ ടീമിലെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ വിശ്വാസ വർഷാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സന്ധ്യയിൽ, ഈ മണിക്കൂറുകളിൽ നമ്മൾ ഈ ദേവാലയം കേന്ദ്രമാക്കി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ. ഞാൻ 1-2 നിമിഷം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് അല്പം സ്വരത്തിനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറയുന്ന ആളിനേക്കാൾ വിഷമം കേൾക്കുന്നവർക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. ഞാനൊരു തിരുവചനം മാത്രം നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 10 മുതലുള്ള വായനയിൽ കൂനി പിടിച്ച ഒരു സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവ് അടുത്ത് വിളിച്ച് നേരെ നിൽക്കാൻ പറഞ്ഞു. ആ സ്ത്രീ നേരെ നിന്നു ദൈവത്തെ സ്തുതിച്ചു. വളരെ അത്ഭുതകരമായ രീതിയിൽ ഉള്ളൊരു കാര്യമാണ്. സാബത്ത് ദിവസമാണ്. അന്ന് ഒരു ജോലിയും ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഈശോയെ അതിൻ്റെ പേരിൽ പിടികൂടി. ആരും ആവശ്യപ്പെട്ടതുമല്ല, ഈ സ്ത്രീയും ആവശ്യപ്പെട്ടില്ല. കർത്താവ് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, നേരെ നിൽക്കാൻ പറഞ്ഞു. അത്ര തന്നെ. അതിൻ്റെ പിന്നിലുള്ള ഒരു ആത്മീയ ചിന്ത മാത്രം ഞാൻ നൽകുകയാണ്. കൂഞ്ഞു പിടിച്ച ആ സ്ത്രീയെ നമ്മുടെയൊക്കെ ഒരു പ്രതിനിധിയാണ്. നമുക്ക് വേണ്ടിയാണ് കർത്താവ് ആ തള്ളയെ നേരെ നിർത്തിയത്. കൂന് പിടിച്ചു പോകുന്ന ആളുകൾക്ക് ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവർക്കൊന്ന് മുകളിലേക്ക് ശരിക്കും നോക്കാൻ പറ്റുകയില്ല. ദൈവത്തെ സ്തുതിക്കാൻ, കർത്താവിൻ്റെ കാരുണ്യം യാചനാപൂർവം കൈനീട്ടി നിന്ന് സ്വീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത്, നേരെ നോക്കാൻ, ആരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, ആരാണ് എന്നെ നോക്കുന്നത് എന്ന് അറിയുവാനും പറ്റുകയില്ല. സഹോദരങ്ങളോടുള്ള ആ ബന്ധത്തിലും കുറവ് വരും. അവരെപ്പോഴും നോക്കുന്നത് തന്നിലേക്കാണ്, ഭൂമിയിലേക്കാണ്, സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലെ ഒരവസ്ഥയാണ്. ആ സ്ത്രീയിൽ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ഒരു അശുദ്ധാത്മാവ് ബാധിച്ച് ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അതിനെ മാറ്റി തൻ്റെ കാര്യം മാത്രം, തൻ്റെ വികാരങ്ങൾ, ശരീരത്തിൻ്റെ കാര്യം, ഭൂമിയിൽ നമുക്ക് കാണുന്ന കാര്യം, അത് മാത്രമായിട്ട് അങ്ങനെ നിൽക്കുന്നത് ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. അനാത്മീയമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാർത്ഥപരവും ഇന്ദ്രിയപരവും മാത്രമായ ഒരു ജീവിതമാണ്. ആ സ്ത്രീയെയാണ് ഈശോ വിളിച്ച് നിർത്തി നേരെ നിൽക്കാൻ പറഞ്ഞു. നിവർന്നു നിന്നു. മുന്തിരിച്ചെടികളൊക്കെ സൂര്യപ്രകാശം ഉണ്ടാകുമ്പോൾ നല്ലതുപോലെ ഉയരത്തിൽ പടർന്നു നിൽക്കും, പ്രകാശം സ്വീകരിക്കുന്നതിന് വേണ്ടി. അപ്പോഴാണ് അവർ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ കത്തോലിക്കനായിട്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മൾ നിവർന്നു നിന്നാൽ മാത്രമേ